നമ്മുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിരി വരും കേട്ടോ. നമ്മുടെ ഈ കറുപ്പ് പ്രാവിൻ്റെ ജോഡി പെണ്ണില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ വേറെ പ്രാവിൻ്റെ ജോഡിയായിട്ട് വേറൊരു വരവ് പ്രാവിൻ്റെ കൂടെ ഇരുന്ന് ജോഡിയൊക്കെ ഒക്കെ കൊടുക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ പ്രാവ് വീണ്ടും വന്നു. അതിൻ്റെ കൂടെ ആ വരവ് പ്രാവ് ഉണ്ടായില്ല. എന്നിട്ട് അന്ന് രാത്രി ഈ പ്രാവ് കൂടെ ഇരുന്നിട്ട് നോക്ക് ചുള്ളിക്കമ്പ് കൂട്ടി. പിറ്റേ ദിവസത്തെ ചുള്ളിക്കമ്പ് കൂട്ടിയിട്ട് അതേ കൂട്ടിൽ നോക്കിയാ എന്താ, അതേ കൂട്ടിൽ ആണും അതായിട്ട് തന്നെ ജോഡിയായി. ആ പ്രാവ് നമ്മുടെ കറുത്ത പ്രാവായിട്ട് തന്നെ വീണ്ടും ജോഡിയായിട്ടത് ചുള്ളിക്കമ്പ് ഇരിക്കണത്. ഞാൻ കണ്ടത് വേറെ പാത്രം വെച്ച് കൊടുത്തു. കണ്ട പാത്രത്തിൽ എറിയണ നോക്കിയാൽ എന്തിട്ട് സംഭവിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് എന്ത് കാരണം കൊണ്ട് ഇവിടുന്ന് പോയി, ഇനി കറക്റ്റായിട്ട് വല്ല നല്ല മക്കാനായിട്ട് പോയതാണോ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടാ. സുന്ദരി മോളാണ്, പക്ഷേ വേറെ ചക്കനായിട്ട് ഇപ്പം അതിൻ്റെ ഒപ്പം പോയി. എന്നിട്ട് വീണ്ടും അവിടെ എന്താ തല്ലായി ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വന്നാന്ന് തോന്നണേ. ഒരു ഐഡിയ കിട്ടാനില്ല. നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഇങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയട്ടെ. നിങ്ങളുടെ പ്രാവുകളുടെ കാര്യത്തിൽ, മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ നടക്കാറുണ്ട്. ഇതെന്ത് സംഭവം എന്ന് അറിയില്ല. ഒരാഴ്ച വേറെ എൻ്റെ അടുത്തേക്കും പോയിട്ട് അവിടെ ജോഡിയാക്കിയിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഇതായിട്ട് ജോഡിയായിട്ട് ഇവിടെ ചുള്ളിക്കമ്പ് വെച്ച് ഇതേ പോയിക്കണേ. ഉണ്ടായിരുന്ന മുട്ട അടിയിരിക്കാണ്ട് പോയ പ്രാവാ. ഇനിയിപ്പോൾ ഇത് അടുത്ത മുട്ട ഇടാൻ പോണ്. ഞാൻ സേഫായിട്ട് ഇതേ വേറെ പാത്രം വെച്ച് കൊടുത്തവർക്ക് ഇരുന്നോന്ന് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ അറിയില്ല താഴെ. ഇനി വീണ്ടും ഇത് പോകുന്നൊന്നും അറിയില്ല.